ഹലോ ഉമ്മാമ്മയുടെ ഇരുന്ന ചെയിൻ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഫാമിലി ആയിട്ടൊന്ന് പുറത്തിറങ്ങിയതാ. സംഭവം ചെയിൻ നോക്കാനാ വന്നതെങ്കിലും അവിടുത്തെ ബാംഗിൾസിന്റെ കളക്ഷൻ കണ്ട് എൻ്റെ ഉമ്മയുടെ കണ്ണ് അങ്ങ് മഞ്ഞളിച്ചു. അതിന് 2 ഷട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വെറുതെ ബാംഗിൾസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറയണേ ഒരെണ്ണം 1.5 പവനുണ്ടെന്ന്. ഇന്നത്തെ വില അനുസരിച്ച് 1.5 ലക്ഷം രൂപയാവും ഏകദേശം. എൻ്റെ അമ്മ അങ്ങനെ ഞങ്ങൾ ട്രാക്ക് മാറ്റി ചെയിൻ തന്നെ നോക്കാൻ തുടങ്ങി. നോക്കി അവസാനം ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ആ ചെയിൻ അവർക്ക് ചെക്ക് ചെയ്യണമായിരുന്നു. ചെക്ക് ചെയ്യാൻ കൂടെ പറഞ്ഞു വിട്ടതോ ഈ എന്നെ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഗോൾഡ് മെൽറ്റ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കാണുന്നത്. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പൊടിയൊക്കെ വാരി ഇടുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം വിചാരിച്ചു വെച്ചിരുന്നത് ഗോൾഡ് മെൽറ്റ് ചെയ്യുമ്പോൾ അതൊരു ലിക്വിഡ് ഫോമിലാവുന്ന. പക്ഷെ ഇവിടെ സംഭവിച്ചത് അങ്ങനെ അല്ലായിരുന്നു. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, കുഞ്ഞൊരു സ്റ്റോണൊക്കെ പോലെ. ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ചെറിയൊരു ലോക്കറ്റ് കൂടി നോക്കാമെന്ന്. അങ്ങനെ ഈ ഒരു ലോക്കറ്റ് കൂടി എടുത്തു. സെലക്ഷനൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ അവിടെ ഉള്ളൊരു ചേച്ചി കോഫിയും കൊണ്ടുവന്നു. വേറൊന്നും നോക്കിയില്ല, അതിൽ നിന്നൊരു കോഫിയും എടുത്ത് കുടിച്ചു. പുകഴ്ത്തി പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ജ്വല്ലറി ഷോപ്സിൽ നിന്നൊക്കെ കിട്ടുന്ന കോഫി ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ബില്ലൊക്കെ കിട്ടി പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. സാധനം ഞങ്ങളെ കയ്യിലെത്തി. അതിനുശേഷം നമ്മൾ പോയത് കുറച്ച് മെറ്റീരിയൽസ് നോക്കാനായിട്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ ആവാറായതുകൊണ്ട് തന്നെ ഷോപ്സിലൊക്കെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പോയത് കല്യാൺ സിൽക്സിലേക്കാണ്. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കാണുന്ന പോലെ കല്യാൺ സിൽക്സിലും ഇപ്പോൾ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2-3 ഷോപ്സ് കയറി ഇറങ്ങിയതിന് ശേഷം നമുക്ക് വേണ്ട മെറ്റീരിയലിൻ്റെ എക്സാക്ട് സാധനം നമുക്ക് കിട്ടിയത്. ഞാൻ അതൊക്കെ മേടിച്ചു, ബില്ല് ചെയ്തു, നേരെ വീട്ടിലേക്ക്. സന്തോഷമായി.